Hi guys, maybe this is my last video because I'm fed up. And ഞാൻ അന്നൊരു കുറേ നാളുകളായിട്ട് ബിക്കോസ് ഞാനിങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഡെയിലി കുറേ ആൾക്കാരെ കാണുന്നത് കൊണ്ടും ഇത് അവരുടെ വീടുകളിൽ പോയി കാണുന്നതുകൊണ്ടും ഒരുപാട് കഥകൾ കണ്ടു. ഏറ്റവും ഭീകരമായി തോന്നിയത് മെഡിക്കൽ കോളേജാണ് ഈ ആഴ്ചത്തെ. അവിടുത്തെ പാറ്റയും മൂട്ടയും പക്ഷെ ഒരുപാട് നന്നായിട്ടുണ്ട്. നല്ല ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ, നല്ല ഡോക്ടേഴ്സ്. സോ ഹാപ്പി ദാറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് ഒരിക്കൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര റഫായിട്ടാണ് എന്നോട് ഐ ഗോട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. പക്ഷേ മെഡിക്കൽ കോളേജിൽ ഐ ഫീൽ സോ ഹാപ്പി. രണ്ട് കാര്യങ്ങൾ മാത്രം, നമ്മുടെ ശ്വേതയും നമ്മുടെ ഇങ്ങനെ അമ്മയിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്ന കുറേ പേരെ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ടോ, നന്നായിട്ട് മാസവരിയും ചികിത്സാ പണമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെങ്കിലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് തമ്മിലടിക്കുന്നവരെ ഒരു 10 ദിവസം മെഡിക്കൽ കോളേജിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടെയുള്ള കെയർ ഗീവേഴ്സിനെ ഇങ്ങനെ പാഞ്ഞ് നടക്കുന്ന ഞാൻ കുറേ പേര് കണ്ട്. കാലിൽ മന്ത് നീരുമൊക്കെ ആയിട്ട് വയസ്സായ, ജീവിതം മൊത്തം വീട്ടിലെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജോലികളെല്ലാം ചെയ്ത് സ്നേഹത്തിന് വേണ്ടി പുരുഷൻ്റെ പുറകെ നടന്ന് അവസാനം എല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ജീവിക്കുന്നവരുണ്ട്. നന്നായിട്ട് ജീവിക്കുന്നവർ എന്നെ അടിക്കാൻ വരണ്ട. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇവരവിടെ കൊണ്ടുവിടണം. പിന്നെ അമ്മ നല്ല റെഡിയായിട്ട് പോകും. RCCയിൽ മെഡിക്കൽ കോളേജിൽ പുറത്തിറങ്ങാൻ സമ്മതിക്കരുത്. ഈ അടി ഉണ്ടാക്കുന്ന പെണ്ണുങ്ങളെയും ആണുങ്ങളെയും അതിനകത്തൊന്നുകൊണ്ട് കൂട്ടിയിടണം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ മനുഷ്യരെന്തോരം കഷ്ടപ്പെടുന്നെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഓരോരുത്തരും 15 lakhs ഒക്കെ മേടിച്ച് അവർ പുതിയ സർക്കാരിന് കൊടുക്കും. സർക്കാർ നല്ല ഓരോ മനുഷ്യരും ഹെൽത്തല്ലേ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നല്ല കട്ടിലും നല്ല ആഹാരവും ആശുപത്രികളിൽ പാലും മുട്ടയും പച്ചക്കറികളും കൊടുക്കാനും പാറ്റയും മൂട്ടയും ഈച്ചയും ഇല്ലാതെ വൃത്തിയായി ശൗചാലയങ്ങൾ യൂസ് ചെയ്യാനും മെഡിക്കൽ കോളേജിലുള്ള എല്ലാവർക്കും സാധിക്കട്ടെ. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേ കുറേ പേരെ കാണുന്നുണ്ട് എന്നെപ്പോലെ. ഒരു കഥ ഞാൻ പറയാം. ഒരു മുറിവേറ്റ ചെന്നായയുടെ കഴുത്തിലായിരുന്നു മുറിവ്. അപ്പോൾ ആ ചെന്നായ എന്ത് ചെയ്തു? എൻ്റെ കഴുത്തിൽ മുറിവാണ്, എല്ലാവരോടും പറയും എൻ്റെ കഴുത്തിൽ മുറിവാണ്. ചെന്നായ എന്തോ വിചാരിക്കും, എല്ലാവരും എന്നോട് സഹകരണം തോന്നും, എന്നെ സഹായിക്കും. പക്ഷെ കൂട്ടത്തിൽ ഏറ്റവും ദുഷ്ടനായിട്ടുള്ളൊരു ചെന്നായ ഞാനൊരു 2018 തൊട്ട് 2022 വരെ അനുഭവിച്ചൊരു കഥയാണ് കേട്ടോ. പിന്നെ ഞാൻ മാറി. ഐ ആം നോട്ട് എ സില്ലി, ലെറ്റ് ഇറ്റ് ബി. അപ്പോൾ ഈ ചെന്നായയിൽ അതിക്രൂരനും ദുഷ്ടനുമായ ചെന്നായ ആ രക്തമൊലിക്കുന്ന കഴുത്തുമായി നിൽക്കുന്ന ചെന്നായുടെ കഴുത്ത് കടിക്കുകയും അതിനെ പുറത്തോട്ട് കൊണ്ടിടുകയും ബാക്കിയുള്ള ചെന്നായികളെല്ലാം കൂടെ അതിനെ കടിച്ച് കൊന്നു തിന്നുകയും ചെയ്യും. ഇതിലെ സാര ഉപദേശം എന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും നമ്മുടെ ദുരിതങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിതനാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമ്മളോട് സ്നേഹമാണ്. ലോകം മുഴുവൻ ഭ്രാന്ത് പിടിച്ച മനുഷ്യരാണേ, അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും. പണ്ടും യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്, മനുഷ്യരെ എത്രമാത്രം കൊന്നിട്ടുണ്ട്. സോ ഐ ഫീൽ വൈ ദൈവം, ഐ ഡോണ്ട് നോ വൈ ഹി ക്രിയേറ്റഡ് പിശാചിനെ എന്തായാലും ഭൂമി മൊത്തം ഊരാടാൻ അനുവദിക്കുന്നത്. ഐ ഡോണ്ട് നോ. പിശാചിനെ പോലുള്ള മനുഷ്യരുണ്ട്. ഒരു അമ്മാമ്മയെ കണ്ടു. അമ്മാമ്മയ്ക്ക് ആംസ്റ്റർഡാമിൽ പോകണം, ശല്യം നമ്മളാ പോലും. ചുമ്മാ ഇടിച്ചുകൊണ്ട് ആംസ്റ്റർഡാമിൽ പോകണം, എനിക്ക് പോകാൻ പറ്റുന്നില്ല, നമ്മളാ പോലും ശല്യം. ബുദ്ധി ഇല്ലാത്തൊരു നമ്മളൊക്കെ ചെയ്യാൻ. അത് കഴിഞ്ഞ് പിന്നെ ഒരിടത്തിനെ കണ്ടു. ഞാൻ മടുത്തു. അപ്പോൾ ഈ ഒറ്റപ്പെട്ടു പോയവരെ, നമ്മുടെ കഴുത്തിലെ മുറിവുകളെയും നമ്മുടെ വ്രണത്തെയും ആരോടും പറയണ്ട. പറഞ്ഞാലാണ് നമ്മളെ ഇവർ കടിച്ചു കീറുന്നത്. എല്ലാവരോടും പറയാം നമ്മുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും. അയ്യോ ഇതാണോ ദുരിതം, ഇതിലും വലിയ ദുരിതമുള്ളവരുണ്ടല്ലോ, കണ്ടിട്ട് പൊക്കോളൂ. ആപ്പ കൊടുക്കണം. ഓരോ മനുഷ്യരും നിങ്ങളോട് വന്ന് നിങ്ങളുടെ വേദന പറയുമ്പോൾ, നിങ്ങൾ ഓരോ മനുഷ്യർക്കും ഒരു മാനസിക നിലയുള്ളതെന്ന് വെച്ചാൽ അവനവൻ്റെ വേദന വലുതായി തോന്നും. അങ്ങനെയാണോ? എനിക്ക് എൻ്റെ വേദന വലുതാണ്.
അതുമെന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ വേദന കണ്ടോ ഉണ്ടായിരുന്നു അവിടെ. അറിയേണ്ട വേദന മെഡിക്കൽ കോളേജിൽ പോയി കഴിയുമ്പോൾ അറിയാം എല്ലാ വേദനകളും. നമ്മുടെ വീട്ടിൻ്റെ താക്കോല് കണ്ടില്ല നമ്മൾ വിഷമിച്ച് ഒരാളോട് പോയി പറയുമ്പോഴേ കേട്ടോണ്ടിരിക്കുന്നവർ ആ വീട് എങ്ങനെ കുത്തി തുറന്ന് അകത്ത് കയറുന്ന മോഷ്ടിക്കാമെന്നാണ് ചിന്തിക്കുന്നത്. നമ്മുടെ കുടുംബം തകർന്നെന്നും നമ്മളിങ്ങനെയൊക്കെ ആയെന്നും പറയുമ്പോൾ അതിനകത്തെ ശക്തരായ ചെന്നായ്ക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ ചെന്നായ നമ്മളാണെങ്കിൽ സമൂഹത്തിലെ ശക്തരായ ചതിയനായ ചെന്നായകൾ നമ്മളെ കഴുത്ത് കടിച്ച് നശിപ്പിക്കും. സോ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. നിങ്ങൾ ആരോടാണോ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടും പറഞ്ഞത് അവരായിരിക്കും നിങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളത്. പക്ഷേ കെയർഫുൾ ദാറ്റ്. ഞാൻ എൻ്റെ ഒരു രീതി, ഞാൻ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കും. പക്ഷെ എന്തുകൊണ്ടോ മറു സൈഡിൽ പിന്നെ ദുരിതങ്ങളാണ് കാണുന്നത്. മനുഷ്യനെ ദ്രോഹിക്കാൻ പാടില്ല. ഒരു സ്ത്രീ, പ്രത്യേകിച്ച് സ്ത്രീകളെ, ഒരു വീട് മുഴുവൻ കിടന്ന് ആഹാരം വെച്ച് കൊടുത്ത് സ്നേഹത്തിന് വേണ്ടി പുറകെ നടന്ന് മക്കളുടെ അപമാനവും ദുരിതവും സഹിച്ച് കട്ടിലെത്തിയ എത്ര സ്ത്രീകളെ ഞാൻ കണ്ടു എന്നറിയാമോ. കാലെല്ലാം നീര് വന്നിട്ട് മെഡിക്കൽ കോളേജിലൊക്കെ ഇപ്പോൾ പോയപ്പോൾ കണ്ടതാ. കരഞ്ഞ് അമ്മമാർ, വയസ്സായവർ അവരുടെ ദുരിതങ്ങൾ പറയുക. കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴേ അവർക്ക് വേറെ ആരുമില്ല കേൾക്കാൻ. പറയുക മെഡിക്കൽ കോളേജിൽ ഈ അമ്മയിൽ അടിയുണ്ടാക്കുന്ന അമ്മയിൽ അടിയുണ്ടാക്കുന്നവരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് പൂട്ടിയിടണം. അവിടുത്തെ പാറ്റയും മൂട്ടയും ഇവർ കാണട്ടെ, അവിടെ ഓടുന്ന കെയർ ഗീവേഴ്സിനെ ഇവർ കാണട്ടെ, ഓരോ കണ്ണിലെ നിസ്സഹായത കാണട്ടെ. 10,000 പേര് ഇതിന് അടിക്കടിക്ക് കിടപ്പുണ്ട്. പക്ഷേ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ നല്ലതാണ് കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ മെഡിക്കൽ കോളേജിൽ നല്ല സുന്ദരിയായ ഒരു PG കണ്ടായിരുന്നു ഞാൻ. എന്ത് നല്ല പെരുമാറ്റമാണ്. പക്ഷേ പ്രൈവറ്റിൽ നിങ്ങളെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ നഴ്സസും ഡോക്ടേഴ്സും ഒക്കെ കുറച്ച് സിമ്പതിയും എമ്പതിയും കുറച്ച് പുഞ്ചിരിയും വശത്താക്കാൻ ശ്രമിക്കും. അടുത്ത വലിയൊരു വേദന എന്തെന്ന് വെച്ചാൽ, ഞാനൊരു നേഴ്സാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ദാരിദ്ര്യം പിടിച്ച നേഴ്സാണ്. ഇന്ന് ചാകണം നാളെ ചാകണം. എനിക്ക് വേണമെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണെന്നറിയാമോ? നാട്ടിൽ കിടക്കുന്ന 10ാം ക്ലാസ് പാസ്സായ കുറേ പെൺപിള്ളേരെ പിടിച്ചിട്ട് അവർക്ക് പിന്നെ ഒരു തെർമോമീറ്ററും കൈ കൊടുത്തിട്ട് നിങ്ങളെല്ലാം പഠിച്ചു, അവിടെ നിങ്ങൾ ഓരോ വീട്ടിൽ പോയി നിന്നോളൂ, നിങ്ങളുടെ ശമ്പളം 45,000 രൂപ, ഡെയിലി 1,300 1,500. നിങ്ങളൊന്ന് ചിന്തിക്കാറുണ്ടോ? ഒരാൾക്ക് 1,500 1,300 ഇപ്പോഴത്തെ ഒരു ശരാശരി ഗവൺമെൻറ് എംപ്ലോയിയുടെ ശമ്പളത്തേക്കാൾ കൂടുതലാണ് ഓരോരുത്തർക്കും നേഴ്സെന്നും പറഞ്ഞിട്ട് 1 മാസവും 2 മാസവും എക്സ്പീരിയൻസ് ചെറിയ ചെറിയ കോഴ്സുകൾ പഠിച്ചവരെ കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവർ ഒരു നിവൃത്തിയില്ലാത്തവരാ? അല്ല. ഞാൻ അത് ചെയ്യുന്നെങ്കിൽ പറയാം, ഞാൻ ചെയ്യത്തില്ല കേട്ടോ. ഈ തൊണ്ടക്കുഴിയിൽ വലിയ കുഴിയിട്ട് അതിനകത്തുനിന്ന് കഫം എടുക്കാൻ നിൽക്കുന്നവർക്കാണ് നിങ്ങളീ 1 മാസത്തെ ടെമ്പറേച്ചർ എടുക്കാൻ പഠിച്ചവരെ വിട്ട് 45 രൂപയോളം വാങ്ങുന്നതെന്ന് ഓർക്കണം. ഇതുവഴി ആ മിണ്ടാതെ കിടക്കുന്ന വയസ്സായ അമ്മയ്ക്കോ അച്ഛനോ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒന്നും പറ്റത്തില്ല, നമുക്കൊന്നും തോന്നുന്നില്ല. 45,000 രൂപ നിങ്ങളുടെ വീട്ടിൽ ഒരു അപ്പച്ചനെ നോക്കാൻ ഒരാൾ വരികയാണ് 45,000 രൂപയ്ക്ക്. അവിടെ വന്നിട്ട് പറയുക, എനിക്കിതൊന്നും അറിയത്തില്ല, ഞാൻ 1 മാസത്തെ കോഴ്സ് പഠിച്ചതാണ്, നിങ്ങൾക്ക് കൊടുക്കുമോ 45,000 രൂപ? വാട്ട് ഈസ് ANM, വാട്ട് ഈസ് GNM, വാട്ട് ഈസ് BSc നഴ്സ്? ആവശ്യപ്പെടുന്നവർക്ക് ആവശ്യപ്പെടുന്നത് കൊടുത്ത് പൈസ മേടിക്കുന്നതാണ് അന്തസ്സ്. പറ്റിപ്പ്. ലോകം മൊത്തം ഇപ്പോൾ അങ്ങനെ. നേഴ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് 1,300 പെർ ഡേ, 300 ഫുഡും 1,600 രൂപ. ശരാശരി ഒരു ഗവൺമെൻറ് ജീവനക്കാരന് തൻ്റെ അമ്മയ്ക്കോ അച്ഛനോ അസുഖം വന്നു കഴിഞ്ഞാൽ പൂട്ടിക്കെട്ടി പോവേണ്ടി വരും. എന്നിട്ട് കൊടുക്കുന്നവർക്ക് എന്തെങ്കിലും അറിയാമെങ്കിലും എന്തിനാണ് ഈ ചതിയൊക്കെ ചെയ്യുന്നതെന്ന്.
നിങ്ങൾ പറഞ്ഞിട്ട് കൊടുക്കും. ഇത് വീട്ടു ജോലിക്കാരാ, ഇവർക്ക് ഇതേ അറിയാവൂ. വീട്ടു ജോലിക്കാരെ എന്തിനാ വേഷം കെട്ടി നേഴ്സസ് ആക്കുന്നേ, എന്നിട്ട് ഇത്രയും പൈസ ഉണ്ടാക്കുന്നേ? ഇനി പോകുന്നു നിങ്ങൾക്കില്ലേ പിള്ളേരെ നാണം? നിങ്ങൾ വാങ്ങുന്ന ശമ്പളത്തിനെ നിങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോയെന്ന് ചിന്തിച്ച് പോക്കൂടെ? ജയിലിലായി പോവും. അവിടെ ചെന്നിട്ട് ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ ഇഞ്ചക്ഷൻ കൊടുത്താൽ. നാട്ടിൽ പഠിച്ചിട്ട് ജോലി ചെയ്താൽ വെണ്ടിക്കൊണ്ട് നടക്കാം, 4-3 വർഷം പഠിച്ചവർ. നിങ്ങൾ എന്നിട്ട് നാണമില്ലാതെ നേഴ്സാണെന്നും പറഞ്ഞ് പോയി 1500 രൂപ മേടിച്ച് ഇഞ്ചക്ഷനൊക്കെ എങ്ങനെ കൊടുക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ കൊണ്ട് പേഷ്യൻ്റ് എന്തെങ്കിലും സംഭവിച്ച് ജയിലിലാവും. അത്രയൊക്കെ പറയാം. ഈ ആഴ്ച ഞാനൊരു 15 പേരെ, ഒരു എൻഡ് ഓഫ് ലൈഫ് പേഷ്യൻ്റ്, അവരെ പറ്റിക്കുക, അവരുടെ വീട്ടുകാരെ 15 പേരോളം വന്നു. ആരും നേഴ്സല്ല. വാങ്ങുന്ന പൈസയോ 1200, 1300. ഷുഗർ നോക്കാൻ അറിയത്തില്ല, BP നോക്കാൻ അറിയത്തില്ല, ഏതാണ് ഫ്ലൂയിഡ് ഇട്ടിരിക്കണമെന്ന് നോക്കാൻ അറിയത്തില്ല, എന്തിന് അപ്പി ക്ലീൻ ചെയ്യാൻ അറിയത്തില്ല. 45,000 രൂപ. ഈ പാപമൊക്കെ എവിടെ കൊണ്ടുവെക്കുമെന്തോ. ഇതിനേക്കാളും എന്തിനിങ്ങനെ പൈസ ഉണ്ടാക്കുന്നേ? അല്ല, നിങ്ങൾ എന്തിനാ ഈ പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ വീട്ടു ജോലിക്കാരാന്ന് പറഞ്ഞു പോവാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് മാത്രമേ അറിയാവൂ. ഞങ്ങൾക്ക് തുടയ്ക്കാൻ പോലും നമുക്ക് വൃത്തിയായി അറിയാതെ നമ്മൾ എങ്ങനെ ഈ പൈസ മേടിക്കുന്നത് എനിക്കറിയത്തില്ല. ഐ എം സോ ഫെഡ് അപ്പ് വിത്ത് എവരിതിങ്. സോ ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ് ചാനൽ ഓൾസോ. നീതിയില്ല, ന്യായമില്ല. മനുഷ്യന് തോന്നിയതുപോലെ മനുഷ്യനെ ഉപദ്രവിക്കുക, ചതിക്കുക, പറ്റിക്കുക, ഓരോ കാര്യത്തിലും. ഫെഡ് അപ്പ് വിത്ത് എവ്രിതിങ്. ലിവിങ് ഈ ചാനൽ വിട്ടിട്ട് പോവാ. എന്നാലും ഞാൻ തൂങ്ങിയൊന്നും ചെയ്യത്തില്ല. ജീവിച്ച് കാണിക്കും. ഓക്കെ, ബൈ.